ഈ പ്രധാനപ്പെട്ട കാര്യം BJP പ്രതിനിധി അവിടെ നിന്ന് പറഞ്ഞത് ഈ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉത്തരവ് വരുമ്പോൾ നേരെ വിപരീതമായിട്ടാണ്, പ്രോസിക്യൂഷനാണ് ശക്തമായിട്ട് എതിർത്ത്. എന്താണ് പറയാനുള്ളത്? എന്തൊക്കെയാണ് ഈ കോടതി വിധി വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്? ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ള കാര്യം, BJP നേതാക്കൾ കേരളത്തിലായാലും രാജ്യത്താകമാനമായാലും ഇരയോടൊപ്പമാണ് എന്ന് പറയുകയും എന്നാൽ വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. ഈ കേസിലും BJP നേതാക്കൾ തുടക്കം മുതൽ ഞങ്ങൾ ഈ കന്യാസ്ത്രീകൾക്ക്, നിരപരാധികളായിട്ടുള്ള ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും. മുഖ്യമന്ത്രിയെ കണ്ടു, ഉപമുഖ്യമന്ത്രിയെ കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു, എല്ലാവരോടും സംസാരിച്ചു, കേന്ദ്ര നേതൃത്വം ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ജാമ്യം കിട്ടും, നാളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇത്രയും ദിവസം പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ഞങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ കോടതി ഉത്തരവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉത്തരവ് വായിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാർ വക്കീല്, പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷയെ എതിർത്തു എന്നും ഇത് ഈ കോടതിയുടെ പരിധിയിൽ വരുന്ന കേസല്ല എന്നും ഇത് NIA കോടതിയിലേക്ക് വിടണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വളരെ വിചിത്രമായ കാര്യം, ബജ്രംഗ് ദളിന്റെ വക്കീൽ ഉന്നയിച്ച അതേ വാദമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. ആദ്യം ബജ്രംഗ് ദളിന്റെ വക്കീൽ ഈ വാദം കോടതിയിൽ ഉന്നയിക്കുന്നു. ഇത് NIA കോടതിയിലേക്ക് വിടേണ്ടതാണെന്നും ഈ കോടതിക്ക് ഈ കേസ് കേൾക്കാനുള്ള അധികാരം പോലും ഇല്ല എന്ന് ബജ്രംഗ് ദളിന്റെ വക്കീൽ വാദിക്കുന്നു. അതേ വാദം സർക്കാർ വക്കീലും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് കരുതിക്കൂട്ടിയുള്ള ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്, സർക്കാരിൻ്റെ വക്കീലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇതിൻ്റെ എല്ലാം പ്രയാസം എന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത് ഈ നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകളാണ്. അവർ ഇപ്പോഴും ജയിലറകൾക്കുള്ളിലാണ്. അവർ ഒരു നിമിഷം നേരത്തെ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ നിരപരാധികളാണ്, അവർക്ക് നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലെങ്കിൽ ഇവിടെ വന്നേച്ചിട്ടുമൊക്കെ ഈ നാടകം കളിക്കുന്ന ആളുകൾ തെറ്റിദ്ധാരണ പരത്തുകയും ഇത് കോടതിയിലെ കേസിനെ എതിർക്കില്ല എന്നൊക്കെ, ജാമ്യാപേക്ഷ എതിർക്കില്ല എന്ന് പറയുമ്പോഴും അവർ യഥാർത്ഥത്തിൽ എതിർത്തിരിക്കുകയാണ് എന്നും അതൊക്കെ വളരെ കൃത്യമായി ഓർഡറിൽ എഴുതി, കോടതിയുടെ ഉത്തരവിൽ അതൊക്കെ കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ ആ ഓർഡർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇരട്ടത്താപ്പാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ, കന്യാസ്ത്രീകളെ ഉൾപ്പെടെ ജയിലിൽ ഇടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് ഇവരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നീണ്ടൊരു വാദപ്രതിവാദത്തിലേക്കൊന്നും ഇന്ന് പോയിട്ടില്ല. പോലീസ് അന്വേഷണ പുരോഗതിയാണ് അറിയിച്ചിട്ടുള്ളത്, ജാമ്യത്തെ എതിർക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കോടതി ഉത്തരവ്, നിങ്ങൾക്ക് കോടതി ഉത്തരവ് ഇതിനോടകം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. കോടതി ഉത്തരവിൽ വളരെ കൃത്യമായി അത് പ്രതിപാദിച്ചിരിക്കുകയാണ്. അതായത് ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്ന വാദവും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ചിരിക്കുന്ന വാദവും ഒന്ന് തന്നെയാണ്. രണ്ടുപേരും ഉന്നയിച്ചിരിക്കുന്ന വാദം എന്ന് പറയുന്നത്, രണ്ടുപേരും ജാമ്യത്തെ, അത് കോടതി ഉത്തരവിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷ എതിർത്തു എന്നും ഇത് BNS 143 പ്രകാരമുള്ള കേസായതുകൊണ്ട് ഇത് ഈ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നും ഇത് NIA കോടതിയുടെ പരിധിയിൽ മാത്രം വരുന്ന കേസാണ് എന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദം ഉന്നയിച്ചതായി കോടതിയിലെ ജഡ്ജിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇത് NIA കോടതിയിലേക്ക് നീക്കണമെന്ന് ബജ്രംഗ് ദൾ ആണ് ആവശ്യപ്പെട്ടത്, അതിന് പ്രോസിക്യൂഷൻ അനുകൂലിച്ചെന്ന് പറയുമ്പോൾ അവർ രണ്ടാളും കൂടി ചേർന്നപ്പോൾ ഒരു നീക്കം നടത്തി. ഇപ്പോൾ ബജ്രംഗ് ദളിന്റെ വക്കീൽ ഉന്നയിക്കുന്ന വാദമുഖവും പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ചിരിക്കുന്ന വാദമുഖവും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇത് BJP ആയാലും ബജ്രംഗ് ദൾ ആയാലും എല്ലാ സംഘപരിവാർ സംഘടനകളും ഇതെല്ലാം ചേട്ടാനിയന്മാരാണ്. ഇവരെല്ലാം ഉന്നയിക്കുന്ന ഒരേ വാദമുഖം തന്നെയാണ്. ഇവർ ഈ കന്യാസ്ത്രീകളോടൊപ്പം നിൽക്കുന്നു, ഇവർക്ക് നീതി ലഭിക്കണമെന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ഞങ്ങളിപ്പോൾ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നൊക്കെ ഇവർ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ട് കോടതിയിൽ എന്താണ് ഇവർ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ജഡ്ജിയുടെ ഉത്തരവിൽ എഴുതിയിരിക്കുകയല്ലേ. അപ്പോൾ ഇവർ അക്ഷരാർത്ഥത്തിൽ ഇവർ നാടകം കളിക്കുകയാണ്, ഇവർ ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇവർ നമ്മളെ സഹായിക്കാനെന്ന മട്ടിൽ നിന്നുകൊണ്ടിട്ട് ഇവർ ഇത്തരത്തിലുള്ള ഈ ഇരട്ടത്താപ്പ് സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് അവർ മറുപടി പറയണം. ഇതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങൾ ഇന്നും ആ കന്യാസ്ത്രീകളെ കണ്ടിട്ടാണ് വരുന്നത്. അവർ എത്രയും വേഗം പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ്. കേരളം മുഴുവൻ അത് ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതു മനസ്സ് ഇവരോടൊപ്പമാണ്. കാരണം ഇവർ നിരപരാധികളാണെന്നും ഇവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറ്റങ്ങളാണ് ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്നതെന്നും അവരതിൻ്റെ ശിക്ഷ അതിനു വേണ്ടിയിട്ട് അവർ അകാരണമായിട്ട് അവർ ശിക്ഷിക്കപ്പെടുകയാണെന്നൊക്കെയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. സജീവ് ജോസഫ് MLA കുറിച്ച് പോയിന്റ്സുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം നാം എല്ലാവരും ബഹുമാനപ്പെട്ട കോടതിയുടെ നീതിപീഠത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ അതേസമയം ഇന്ന് വന്ന വിധി, ജില്ലാ സെഷൻസ് കോടതി വിധി നിയമപരമായി തെറ്റായ ഒന്നാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യും. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
NIA ആക്ട് പ്രകാരം ഈ കേസെടുക്കാൻ യാതൊരു നിയമപരമായിട്ടുള്ള ഒരു ലീഗാലിറ്റി ഇല്ല. പ്രധാനപ്പെട്ട കാരണം NIA കേസ് എടുക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന NIA ആക്ടിലെ ഷെഡ്യൂളിൽപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ആണെങ്കിൽ അത് ആ സമയം തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ കോപ്പി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അയക്കേണ്ടതാണ്. അതുണ്ടായിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ആ കോപ്പി സെൻട്രൽ ഗവൺമെൻറ്റിന് അയക്കേണ്ടതാണ്. സെൻട്രൽ ഗവൺമെൻറ് വിശദമായ പരിശോധന നടത്തി അത് ജെനുവിനാണ്, NIA അന്വേഷിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ, അവരുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ NIA ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ റെയിൽവേ പോലീസ്, ഇവിടെ ഛത്തീസ്ഗഡ് പോലീസ് തന്നെ കേസെടുത്ത്, അതും ആരുടെയും പരാതിയില്ലാത്ത ഒരു കേസ് സ്വയം എടുത്ത്, ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് അവരുടെ സമ്മർദ്ദത്തിൽ ഒരു കേസെടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ അവരെ ഹാജരാക്കി. കോടതിയുടെ അധികാരപരിധിയല്ല എന്ന് പറഞ്ഞ് സെഷൻസ് കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും അജീഷ് ജയകുമാർ പങ്കുവച്ചത്. കോടതി ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചിരിക്കുന്നു. അതിൽ കൃത്യമായി തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ എതിർത്തു എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാകുകയാണ്.